നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റിയില്ല. കാരണം അനാമിക പെട്ടെന്ന് എന്താണെങ്കിലും തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തോന്നില്ല. അവൾക്ക് വേണ്ടത് പണമാണ്. പണം കൊടുക്കാതെ ഒഴിഞ്ഞു പോരാന്ന് അവള് തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പണം കൊടുത്തിട്ട് തനിക്ക് ഡിവോഴ്സ് വേണ്ട എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു എനിക്ക്. 3 മാസം കഴിയുമ്പോ എന്താണെങ്കിലും നിനക്ക് ഇനി കോടതിയിലേക്ക് വരേണ്ട വരുമല്ലോ. അപ്പൊ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് അനി വിളിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്. ഈ സമയത്ത് നവിയും പറഞ്ഞു, അവൻ നല്ല ദേഷ്യത്തിലാന്ന് തോന്നേ, അറിയാലോ. അവരെന്താണെങ്കിലും പണം തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം 3 മാസം കഴിയുമ്പോ കോടതിയിൽ എന്താണോ തീരുമാനം എടുക്കുന്നത്, ജഡ്ജ് എന്താണോ തീരുമാനം എടുക്കുന്നത്, അതുപോലെ തന്നെ കാര്യങ്ങളും മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേണു നവീനോട് പറഞ്ഞു, എന്റെ പൊന്നു വക്കീൽ സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. എങ്ങനെയാണ്, കുറച്ച് പൈസയാണല്ലോ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞു. നോക്കട്ടെ, എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പൈസയുടെ കാര്യമൊക്കെ കോടതിയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. കോടതി എന്താ തീരുമാനിക്കുന്നെങ്കിൽ ആ രീതിക്ക് മുന്നോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ അവിടുന്ന് പോയി. അപ്പോഴേക്കും അനാമിക പറഞ്ഞു, അച്ഛാ, എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവനെ ഞാനങ്ങനെ വെറുതെ വിടില്ല. എന്നെ ഉപേക്ഷിച്ചിട്ടെ ആ നന്ദു എന്ന് പറയുന്ന ആളെ വിവാഹം കഴിക്കാനായിട്ടായിരിക്കും ഇപ്പൊ ഇത്ര ചാടി പുറപ്പെട്ട് ഡിവോഴ്സിന് വേണ്ടി ഓടി നടക്കണേ. അത് ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. എന്റെ ജീവിതം പോയാലും കുഴപ്പമില്ല. അവന് ഡിവോഴ്സ് കിട്ടണമെങ്കിൽ എനിക്ക് തരാനുള്ള പണം തരണം. കോമ്പൻസേഷൻ തുക തരാതെ ഞാൻ ഡിവോഴ്സ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ വേണു പറഞ്ഞു, അത് മതി മോളെ, അത്രയ്ക്ക് മതി. അല്ലെങ്കിലും ആ അനന്തമൂർത്തിയുടെ ആ കുടുംബത്തിന്റെ അഹങ്കാരം അത് ചില്ലറയൊന്നും അല്ലാന്ന് പറഞ്ഞു. അവിടെ ചെന്ന് 2ാം തവണ നമ്മൾ തല്ലു വാങ്ങുന്നേ. ഇനി അവര് നമ്മുടെ അടുത്തേക്ക് വരട്ടെ, അപ്പൊ നമുക്ക് കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഒരു വലിയ ഡീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് ഏൺ ജ്വല്ലറിക്കാർ പിടിക്കുവോ അതോ മൂർത്തി ജ്വല്ലറിക്കാർ പിടിക്കുവോ? ഇപ്പൊ ഏൺ ജ്വല്ലറിക്കാരാണല്ലോ ടോപ്പായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഈ ഡീലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നവ്യയെ അറിയുന്നുണ്ട്. നവ്യയ്ക്ക് ഒരു ചിന്ത മനസ്സിലുണ്ടായി, ഒരു കാരണവശാലും ഇത് ഏൺ ജ്വല്ലറിക്ക് കിട്ടരുത്. ഒരു വമ്പൻ ഡീല് തന്നെയാണ്, ഉറപ്പായിട്ടും മൂർത്തി ജ്വല്ലറിക്ക് കിട്ടണം. അനിയാണ് കമ്പനിയുടെ MD ആയിട്ടിരിക്കുന്നത്. അനി വേണം ഇതിൽ വിജയിക്കാനായിട്ട്. പക്ഷേങ്കില് അബി ഒന്നും വെറുതെ ഇരിക്കില്ല എന്ന് മനസ്സിലായി. അവർ ഈ ഡീല് കൈക്കലാക്കാൻ ഏത് വിധേന ശ്രമിക്കും. പിന്നീട് അബി വന്നിട്ട് ഈ ഡീലിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് നബി പറഞ്ഞു, അബി, ഇപ്പൊ അനിയാണ് കമ്പനിയുടെ MD ആയിട്ടിരിക്കുന്നത്. അപ്പൊ അനിക്ക് ഡീല് കിട്ടിയിട്ടുണ്ടെങ്കിൽ മൂർത്തി ജ്വല്ലറി ഉയർച്ചയിലേക്ക് പോകത്തുള്ളൂ. പിന്നെ നിന്റെ വില അവിടെ താഴ്ന്നു പോകത്തുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഡീല് പിടിച്ചെടുക്കാൻ നീ ശ്രമിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബി പറഞ്ഞു, അതെനിക്കറിയാം, ഇതങ്ങനെ എന്റെ കയ്യിൽ നിന്ന് പോകാൻ പോകുന്നില്ല. ഉറപ്പായിട്ടും ഈ ഡീല് കോടികളുടെ ഡീലാ. ഇതെന്താണെങ്കിലും ഏൺ ജ്വല്ലറിക്കാർ തന്നെ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നബി പറഞ്ഞു, നീ അവിടുത്തെ വെറും മാനേജർ മാത്രമല്ലേ, നിന്റെ മുകളിൽ MD വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഏതൊക്കെ MD ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പൊ ഏൺ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ എന്റെ ജ്വല്ലറിയും കൂടെയാ. അപ്പൊ അവിടെ ഒരു തകർച്ച ഉണ്ടാകാൻ ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അപ്പൊ ഈ ഡീൽ ഉറപ്പായിട്ടും ഏൺ ജ്വല്ലറിക്ക് തന്നെ കിട്ടണം. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ മാളവിക സാധാരണ ഒരു പെൺകുട്ടിയല്ല, അവള് നല്ലൊരു മികച്ച ഡിസൈനറാണ്. അപ്പൊ അവളെ കൊണ്ട് നല്ല ഡിസൈൻ തന്നെ ഞാൻ വരപ്പിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ നവയ്ക്ക് തോന്നി, ഇവൻ മിക്കവാറും അതിനുള്ള തന്ത്രപ്പാടിലായിരിക്കും. പക്ഷെ മാളവിക ഡിസൈനിലേക്ക് ഡിസൈൻ വരച്ചു കൊടുക്കുന്നത് നയനയാന്നുള്ള കാര്യം നവ്യക്കും അറിയില്ലല്ലോ. പക്ഷെ ഇവൻ ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നുണ്ട്. അപ്പൊ ഇവന് ഏൺ ജ്വല്ലറിക്കാരുമായിട്ട് ഈ പറയുന്ന ഡേവിഡിനെക്കാളും അപ്പുറം ആരുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവൻ ഇത്ര ഇതായിട്ട് പറയണേ. ഇവൻ മാനേജർ ആണെങ്കിലും ഇവന് MDയുടെ പവറോട് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യം ഇല്ലാതിരിക്കില്ലോ എന്ന് നവ്യ ഇങ്ങനെ ചിന്തിച്ചു. ഒരു കാരണവശാലും അത് ഇവന് കിട്ടിക്കൂടാ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. കുറെ സമയം കഴിഞ്ഞപ്പോൾ ആദർശ് വീട്ടിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം നയനയോട് ഈ ഡീലിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പൊ അനിയനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, എങ്ങനെയാണെങ്കിലും ഈ ഡീല് നമുക്ക് തന്നെ വേണം ആദർശയെ കിട്ടാനെന്ന് പറഞ്ഞു. അല്ല, ഏൺ ജ്വല്ലറിക്കാരെ ശ്രമിക്കൂലോ. നീ എന്താണെങ്കിലും നല്ല നല്ല ഡിസൈനിങ് വരച്ചു വെക്കുക. പിന്നെ മാളവയ്ക്ക് ഡിസൈനിങ് വരച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് കേട്ടപ്പോ നയന പറഞ്ഞു, അതൊക്കെ ഞാൻ ചെയ്തോളാം ആദർശേട്ടാ. നമ്മൾ വരച്ചു കൊടുക്കുന്ന ഡിസൈൻ അല്ലേ അവൾ അവിടെ കൊടുക്കുന്നേ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പ്രശ്നം വേണ്ടാന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് ഈ ഡീല് നമുക്ക് തന്നെ കിട്ടും. കാരണം എന്താന്ന് വെച്ചാല് നീയാണല്ലോ മെയിൻ ഡിസൈനർ. അതുകൊണ്ട് ഡീല് നമുക്ക് തന്നെ കിട്ടത്തുള്ളൂ. എനിക്ക് ഉയർച്ച ഉണ്ടാണ്, നമ്മുടെ കമ്പനി ഉയരത്തിലേക്ക് പോകണം. ഇപ്പൊ 4ാം സ്ഥാനത്താണ് മൂർത്തി ജ്വല്ലറി നിൽക്കുന്നത്. അവിടുന്ന് ഇനി പതുക്കെ പതുക്കെ 1ാം സ്ഥാനത്തേക്ക് എത്തണം.
എൻ ജ്വല്ലറിക്കാരുടെ പതനമായിരിക്കണം ഇനി നമ്മൾ കണ്ടേ. അങ്ങനെ എൻ ജ്വല്ലറിക്കാർ തകർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നമുക്ക് കണ്ടെത്താനായിട്ട് ഉറപ്പായിട്ട് സാധിക്കും. അവർക്കൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം ആദർശേട്ടാന്ന് പറഞ്ഞു. എന്റെ കഴിവിന്റെ മാക്സിമം ഞാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് നയനെ മാളവയെ വിളിക്കുന്നുണ്ട്. മാളവയെ വിളിച്ചിട്ട് ഡിസൈനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നയന മാളവയ്ക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. വേണ്ടത് എന്താന്ന് നിശ്ചയം ചെയ്തെന്നുള്ള പിന്നീട് കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. മാളവയ്ക്ക് അറിയാം ഇത്തവണ എന്താണെങ്കിലും ഏൻ ജ്വല്ലറിക്കാർ പരാജയപ്പെടാനായിട്ട് പോവുകയാണ്. അവരുടെ ആദ്യത്തെ പരാജയമായിരിക്കും വരാൻ പോകുന്നത്. ഇത്രയും നാള് പ്രതീക്ഷ പോലെ ഒന്നുമല്ല. താൻ ഏതോ വലിയ മികച്ച ഡിസൈൻ വരച്ചു കൊടുക്കുമെന്ന് ഓർത്താണ് അവരിയ്ക്കുന്നത്. പിന്നീട് അഭി കമ്പനിയിലേക്ക് വന്ന് മാളവിയായിട്ട് സംസാരിക്കുന്നുണ്ട്. കിട്ടാൻ പോകുന്ന ആ വലിയ ഡീലിനെ കുറിച്ച്. കോടികളുടെ ബിസിനസ്സാണ് വരാൻ പോകുന്നത്. കുറെ ജ്വല്ലറികൾ ഉണ്ടായിരിക്കും, പക്ഷെ മൂർത്തി ജ്വല്ലറി ഫേമസ് ആണല്ലോ. അപ്പൊ അവരെ തോൽപ്പിച്ച് ഈ തവണ ഈ ഡീല് നമ്മൾക്ക് പിടിച്ചെടുക്കുവാണെങ്കിൽ ഇനിയിപ്പം നമ്മളെ വെല്ലാനായിട്ട് ഒരു ജ്വല്ലറി ഇവിടെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. മാളവി പറഞ്ഞു, ആ കാര്യം ഓർത്ത് സാറ് പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നു, ഉറപ്പായിട്ടും ഈ ഡീൽ നമുക്ക് തന്നെ കിട്ടാൻ പോണേന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ അഭിക്കുണ്ടായിരുന്നു. പിന്നീട് അഭി നാഗേന്ദ്രനെ കാണാൻ ചെന്നു. നാഗേന്ദ്രനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് നാഗേന്ദ്രൻ പറഞ്ഞു, എടാ മോനെ, നിന്നെ അടിച്ചിറക്കിയതാ കമ്പനിന്ന്. അനിയാണ് അടിച്ചിറക്കിയത്. അങ്ങനെ അടിച്ചിറക്കിയ അവന്റെ മുന്നിൽ നീ ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കണം. ആ ഒരു കാഴ്ചയെ അച്ഛന് കാണണമെന്ന് പറഞ്ഞു. അതിനായിട്ടുള്ള ഒരു സുവർണ അവസരം വന്നു ചേർന്നിരിക്കുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു, എനിക്കറിയാം അച്ഛാ, എന്താണെങ്കിലും ഈ തവണ അവർക്കിട്ട് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും. കാരണം അനി MD ആയതിനു ശേഷം വരാൻ പോകുന്ന ഏറ്റവും വലിയ ഡീലാണിത്. ആദർശേണ്ടുണ്ടായിരുന്ന സമയത്താണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടന്നേനും. പിന്നെ പോരാത്തേനും നയന നേരത്തെ നല്ല ഡിസൈൻ കാര്യങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ അവൾ ഇത്തിരി ഒതുങ്ങി നിൽക്കുമല്ലേ. അതുകൊണ്ട് ഈ തവണ നമ്മൾ തന്നെ ഇതങ്ങോട്ട് തൂക്കൂന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ പറഞ്ഞു, ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. മാളവിക നല്ല ഡിസൈനർ ആണ് താനും, നീ പേടിക്കണ്ടാ. അവന്റെയൊക്കെ മുന്നിൽ നിനക്ക് തല ഉയർത്തി പിടിച്ച് തന്നെ നിൽക്കാന്ന് പറഞ്ഞു. അഭി പറഞ്ഞു, എന്നിട്ട് വേണം എനിക്ക് അവനോട് 2 വാക്ക് സംസാരിക്കാനായിട്ട്. അവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എങ്കിൽ നവ്യ രണ്ടും കൽപ്പിച്ചാണ് പിന്നീട് ഏൻ ജ്വല്ലറിക്ക് വരുന്നത്. നവ്യയ്ക്ക് ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. ഇവരുടെ കളികളെല്ലാം പൊളിച്ചെടുക്കണം. ഉറപ്പായിട്ടും എനിക്ക് തന്നെ ഇത് കിട്ടണം. അതുപോലെ തന്നെ ആദർശേണ്ണനെ സഹായിക്കണം. കാരണം ആദർശാണ് തിരികെ കമ്പനിയുടെ MD ആയിട്ട് വരികയും ചെയ്യണം. അനന്തപുരി വീട്ടിലേക്ക് നയനയുടെ കൈ പിടിച്ച് എത്രയും പെട്ടെന്ന് കയറി വരണം. പക്ഷെ അതിന് വേണ്ടുന്ന എന്ത് സഹായം തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കണം. ആരും അറിയാനായിട്ടും പാടില്ല താൻ ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. അതിന് വേണ്ടിയിട്ട് ഏൻ ജ്വല്ലറി വന്ന് ഡേവിഡിനെ കാണുന്നുണ്ട്. അപ്പൊ ഡേവിഡിന് ഒരു സംശയം ഉണ്ടാകാത്ത രീതിയിലാണ് ഡേവിഡിനോട് നവ്യ കാര്യങ്ങളൊക്കെ തിരക്കുന്നത്. അയാൾക്ക് സംശയം തോന്നില്ല. കാരണം ഇപ്പം നവ്യയുടെ ശത്രുക്കളാണല്ലോ മൂർത്തി ജ്വല്ലറിക്കാര് അല്ലെങ്കിൽ അനന്തപുരിക്കാര്. അപ്പൊ ആ രീതിയിലാണ് ഡേവിഡ് സംസാരിക്കുന്നത്. വേണ്ടുന്ന വിവരങ്ങളൊക്കെ നവ്യ അയാളിൽ നിന്ന് ചോർത്തിയെടുക്കുന്നുണ്ട്. പിന്നീട് നന്ദുവിനെ കാണാനായിട്ട് അനി ചെല്ലുന്ന സമയത്താണ് നന്ദുവിനോട് ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. അനാമിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അവള് പെട്ടെന്ന് ഡിവോഴ്സ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾക്ക് നഷ്ടപരിഹാര വേണ്ടേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദു പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും, എന്ത് ചെയ്യാനാ, നഷ്ടപരിഹാരം കൊടുക്കില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. പോട്ടെ, 2-3 മാസത്തെ കാലാവധിയും കൂടെ അല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോൾ കോടതിക്ക് എന്തായാലും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഞാൻ എന്താണെങ്കിലും ഡിവോഴ്സിലേക്കും പോകത്തുള്ളൂ. കാരണം അവളിപ്പോ പറയുന്നേ അവൾക്ക് ഡിവോഴ്സ് വേണ്ട, എന്നോടൊപ്പം ജീവിച്ചാൽ മതിയെന്ന്. അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കോടതി ഇനിയിപ്പം എന്ത് തീരുമാനിക്കുമെന്ന് ചോദിച്ചു. എന്ത് തീരുമാനിച്ചാലും കുഴപ്പമില്ല, എന്നോടൊപ്പം അവൾക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല. അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനും പോകുന്നില്ല നന്ദു. അവളിനി എത്ര കാലം ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും നമുക്കറിയാന്ന് പറഞ്ഞു. ഈ തീരുമാനങ്ങളൊക്കെ മുത്തശ്ശൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുത്തശ്ശന് മനസ്സിലായി വേണുവിന്റെ കളിയാന്ന്. വേണു അനിയെ കൊടുക്കാൻ വേണ്ടി നോക്കുന്നതാണ്. നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അനാമി ഇങ്ങനെയൊക്കെ പറയണേ. അല്ലാതെ അനിയോടൊപ്പം ജീവിക്കാനുള്ള കൊതി കൊണ്ടൊന്നും അല്ല. അവനെ തന്നെ മതിയെന്ന് പറയണേ. മുത്തശ്ശൻ അനിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട മോനെ, 3 മാസത്തോടെ നോക്കാം. 3 മാസം കഴിയുമ്പോൾ എന്താ തീരുമാനം എന്ന് അറിയട്ടെ, അതിനുശേഷം നമുക്ക് വേണ്ടുന്ന പോലെ ചെയ്യാന്ന് പറഞ്ഞു. ഇനി അവള് ഇത് ഡിവോഴ്സ് തരാൻ തയ്യാറായില്ലെങ്കിൽ ഈ അനന്തമൂർത്തിയുടെ മറ്റൊരു മുഖമായിരിക്കും കാണാനായിട്ട് പോകുന്നത്, വീണും അനാമിയും കൂടെ. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. ഇത്രയും നാളത്തെ പോലെ ഒന്നും അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോണേന്നൊക്കെ പറഞ്ഞു. പിന്നീട് അനിയ വലിയ ഡീലിനെ കുറിച്ചൊക്കെ മുത്തശ്ശനോട് സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശൻ പറഞ്ഞു, നീ കമ്പനിയുടെ MD ആയിട്ട് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വലിയ ഡീലാണ് വരുന്നത്. അപ്പം ഇത് നിന്റെ കഴിവ് പോലെ ഇരിക്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നത്.
നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരിക്കുക, നിന്റേതായ ഇഷ്ടത്തിന് എങ്ങനെ വെള്ളം മുന്നോട്ട് നീങ്ങാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനി പറഞ്ഞു, അല്ല മുത്തശ്ശ, ആദർശേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ആദർശിന്റെ കാര്യത്തെക്കുറിച്ച് നീ ഇവിടെ സംസാരിക്കണ്ട, നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നീ അത് ചെയ്യുക എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഇപ്പോഴും മുത്തശ്ശന് ആദർശേണ്ണ അകറ്റി നിർത്തുവാണല്ലോ. ആദർശേണ്ണനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കമ്പനിക്ക് അതൊരു മുതൽക്കൂട്ടായിരുന്നു. തന്നെ കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആദർശേണ്ണ സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഇത്തരം കോടികളുടെ ബിസിനസ്സും കാര്യങ്ങളൊന്നും അനി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷെ ആദർശ് വിളിച്ചിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. നീ പേടിക്കണ്ടടാ, ധൈര്യമായിട്ടിരിക്കുക, എന്തു വന്നാലും ഞാനുണ്ട്, നിനക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാമെന്നും പറഞ്ഞ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനി എന്താണെങ്കിലും നവ്യ ആദർശിനെ സഹായിക്കുന്നുണ്ട്. അജ്ഞാത മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ആദർശിന് കിട്ടും. അതിൽ നിന്ന് പല സത്യങ്ങളും ആദർശം മനസ്സിലാക്കുകയും ചെയ്യും. ജ്വല്ലറിക്കാരെ പരാജയപ്പെടുത്താനും സാധിക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.